യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. മോരിയ മലയിലെ കുഞ്ഞാട്. ഹാഗാർ ഇസ്മായേൽ സംഭവമായിരുന്നു കഴിഞ്ഞ 21-ാം അധ്യായത്തിലെ പ്രതിപാദം വിഷയം. അതോടൊപ്പം തന്നെ ബേർഷേബയിലെ സമാധാന ഉടമ്പടി അതിൻ്റെ ശേഷം എന്നാണ് പറയുന്നത്. എന്നാൽ അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ചരിത്രകാരന്മാരും വേദപുസ്തക പണ്ഡിതന്മാരും പറയുന്നത് പിന്നീട് അനേക വർഷങ്ങൾ കഴിഞ്ഞാണ്. ശരിക്കും ഈ മോറിയ മലയിലെ സംഭവം അബ്രഹാമിന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ടാകുകയാണ്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രൻ, ഏകജാതനല്ലായിരുന്നു, 2 പുത്രന്മാരുണ്ട്, അതിലൊരാളെ അങ്ങ് വേറൊരു തരത്തിലേക്ക് മാറ്റിയപ്പോഴാണ് ഏകജാതനായ പുത്രനായത്. മോറിയ ദേശത്ത് കൊണ്ടുപോയി അവിടെ മലയിൽ ബലി അർപ്പിക്കുക, ഹോമയാഗം, ബേൺഡ് ഓഫറിംഗ് ആണ് ചെയ്യുവാൻ പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം അധികാലത്ത് അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചെയ്തതായിട്ട് അവിടെ പറയുന്നില്ല. പിറ്റേ ദിവസം അധികാലത്ത് തന്നെ 2 ബാല്യക്കാരോടൊപ്പം സഞ്ചരിച്ചു. 3-ാം നാളാണ് ഇവർ മോരിയ ദേശത്തെത്തുന്നത്. ബേർഷേബ കനാൻ ദേശത്താണ്, അതിനോടനുബന്ധിച്ചുള്ള സ്ഥലത്താണ് ഇതെല്ലാം നടക്കുന്നത്. പർവ്വതങ്ങളൊക്കെ ധാരാളമുള്ള ടെറൈനാണ്. ഞാനും ബാലനും മുകളിൽ പോകാം, നിങ്ങൾ താഴെ നിന്നോളാൻ പറയുകയാണ്. വിറക് ഇസഹാക്കിൻ്റെ ചുമടിൽ വെക്കും. തീയും കത്തിയും. അന്ന് ഈ റെഡിമെയ്ഡ് തീപ്പെട്ടിയൊന്നും കത്തിച്ച് തീ ഉണ്ടാക്കാനൊക്കത്തില്ല. ഫയർ ഇങ്ങനെ കയ്യിൽ കരുതണം, ഒരു ചെറിയ ഇതായിട്ട്. നമ്മുടെയൊക്കെ 10-60-70 വർഷങ്ങൾക്കല്ലേ 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചൂട്ടുകറ്റ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഓഫ് ചെയ്യാനൊക്കത്തില്ല രാത്രിയിലൊക്കെ പോകുമ്പോൾ. അതിങ്ങനെ അതിൻ്റെ ഫയറിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ള പ്രത്യേക വീശൽ ടെക്നിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തീയും കത്തിയും അബ്രഹാമിൻ്റെ കൈ. ലോകചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ, നിസ്സഹായമായ, ശങ്കിൽ തറയ്ക്കുന്ന ഒരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. അപ്പാ, തീയും കത്തിയും വിറകും എല്ലാം ഉണ്ടല്ലോ, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഇസഹാക്കിന് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു എന്നുള്ളതിനെപ്പറ്റി ചരിത്രകാരന്മാരും വേദപുസ്തക പണ്ഡിതന്മാരും ഇതുവരെ ഒരു വ്യക്തമായ ഒരു തീർച്ചയിൽ എത്തിയിട്ടില്ല. ബാലനായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ബാലൻ എന്നാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ബാലനല്ല, ഒരു 20-നും 30-നും ഇടയ്ക്ക് വയസ്സുള്ള ഒരു യുവാവായിരുന്നു എന്നും പറയുന്നുണ്ട്. ബാലനായിരുന്നെങ്കിൽ അബ്രഹാം പിതാവിൻ്റെ ഒരു കർക്കശ നിർദ്ദേശം അനുസരിക്കാതെ ബാലന് വേറെ ഒരു ചോയ്സ് ഇല്ലായിരുന്നു. എന്നാൽ യുവത്വത്തിലാവുമ്പോൾ ആ ഇസഹാക്കിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് കൂടെ അതിനകത്ത് വരും. അങ്ങനെ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ യാഗപീഠം പണിതു, വിറക് വിരിച്ചു വെച്ചു. നാടകീയതയാണ്. ശരിക്കും മനസ്സിലൊക്കെ ഒന്ന് കാണണം. യഹോവയുടെ ദൂതൻ കൃത്യം ബാലനെ ഈ കത്തി കൊണ്ട് യാഗമർപ്പിക്കുവാൻ, കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ വന്നു, ബാലൻ്റെ മേൽ കൈവെക്കരുത്. അപ്പുറത്തായതാ കാട്ടിൽ കുരുങ്ങിയ ഒരു ആട്ടുകൊറ്റനുണ്ടായിരുന്നു. ആട്ടുകൊറ്റനെ ദൈവത്തിന് വേണ്ടി യാഗമർപ്പിച്ചു. മകനെ വീണ്ടെടുത്തു. യഹോവ ഗോഡ് ദ ലോർഡ് പ്രൊവൈഡ്സ് എന്നർത്ഥമുള്ള യഹോവ ഈരേ എന്ന ആ സ്ഥലത്തിന് പേര് വിളിച്ചു. അവിടുത്തെ പർവ്വതത്തിൽ യഹോവയുടെ ദൈവത്തിൻ്റെ ആരാധന തുടങ്ങി. അതൊരു നിർണായക നിമിഷമാണ്. അന്നാണ് ശരിക്കും ദൈവം കാലാകാലങ്ങളിൽ പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ ഒരു പൂർത്തീകരണം ഈ അധ്യായത്തിലാണ് വരുന്നത്. നിന്റെ സന്തതി പരമ്പര ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ ഓരത്തെ മണൽത്തരി പോലെയും വലുതാകുമെന്നുള്ള ആ ഒരു വലിയ ഒരനുഗ്രഹം. ഫാദർ എബ്രഹാം വാസ് blessed by the Lord, specifically citing the numerous descendants he would have in future on that particular day on top of Mount Moriah. That was a significant event in the faith pilgrimage. അവർ തിരിച്ച് ബേർഷേബയിലേക്ക് പോയി. പിന്നീട് ആ അധ്യായം അവസാനിക്കുന്നത് നാഹോർ, അബ്രഹാമിൻ്റെ ഒരു സഹോദരനായിരുന്ന നാഹോർ, അദ്ദേഹത്തിന് മിൽക്ക എന്ന ഭാര്യയിൽ 8 കുട്ടികൾ ജനിക്കും. നാഹോറിൻ്റെ ഒരു കോൺക്യുബൈൻ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു സ്ത്രീയാണ്. അവർക്ക് കുട്ടികളുണ്ടാകുന്നുണ്ട്. അവർക്ക് 4 കുട്ടികളും ഉണ്ടാകും.
ഈ മിൽഖായിലുണ്ടായ 8 കുട്ടികളിൽ ഒരു മകൻ്റെ പേരാണ് ബെതുവേൽ. ബെതുവേലിൻ്റെ മകളാണ് പിന്നീട് റെബേക്ക. വളരെ നിർണായകമായ രീതിയിൽ അവിടെ ആ അധ്യായം അവസാനിക്കുകയാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ഇന്ന് എങ്ങനെ നമുക്ക് കോറിലേറ്റ് ചെയ്യാം? അതാണ് ഈ വേദ പുസ്തക ചിന്തയുടെ പ്രധാന ദൗത്യം. ഫാദർ എബ്രഹാം, വിശ്വാസികളുടെ പിതാവ്, ഫാദർ ഓഫ് ബിലീവേഴ്സ്. അവിടെ ശരിക്കും ഫാദറിനേക്കാൾ നല്ല ഒരു കുലപതിയാണ്, പാട്രിയാർക്കാണ്. വിശ്വാസത്തിൻ്റെ ഒരു സാമ്രാജ്യം അബ്രഹാം ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് പിന്നീട് ദൈവരാജ്യവുമായിട്ട് യേശുക്രിസ്തുവിലൂടെ വരും. അതാണ് ഈ അബ്രഹാമും യേശുക്രിസ്തുവും തമ്മിലുള്ള വലിയൊരു കണക്ഷൻ വരുന്നത്. വിശ്വാസത്തിന്റെ തീർത്ഥയാത്ര, അത് പുതിയ നിയമത്തിലും എബ്രായർ ലേഖനത്തിലും എല്ലാം അബ്രഹാമിന്റെ വിശ്വാസം കോട്ട് ചെയ്യുന്നുണ്ട്. ഫാദർ ഓഫ് ബിലീവേഴ്സ്. നാം വളരെയധികം വികാരഭരിതമായിട്ടൊക്കെ ഇതിന് ചിന്തിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച മൊത്തവും ഇത് മനസ്സിലിട്ട് ഞാൻ ധ്യാനിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഈ അധ്യായം ഇതിനെ എങ്ങനെ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാം എന്നൊക്കെ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, 2 ആൺമക്കളുള്ള ഒരു സുഹൃത്താണ്. ചെറിയ കുട്ടികളാണ്, 5ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന 2 ആൺകുട്ടികളുടെ പിതാവാണ്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ അബ്രഹാം ഇൻസിഡന്റിനെ പറ്റി എന്തോ അഭിപ്രായം? നമ്മൾ സൺഡേ സ്കൂളിലും VBSലും ഒക്കെ പഠിച്ചതല്ലേ. ഓക്കെ, അബ്രഹാം വിശ്വാസമനുസരിച്ചു. താങ്കളോട് ദൈവം പറയുകയാണ്, ഒരു മകനെ ആദ്യജാതനെ ബലി കൊടുക്കണം. നടക്കുമോ? പിന്നീട് ഇച്ചിരി തമാശയൊക്കെയാണ് പറഞ്ഞത്. അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് കാര്യം. 4000 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം പിതാവ് അതനുസരിച്ചു, വിശ്വാസത്താൽ അബ്രഹാം അത് ചെയ്തു, ആ ദൈവത്തിന് പ്രീതി നേടി എന്നൊക്കെ നമ്മൾ ആവേശപൂർവ്വം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മക്കളെ ബലിയൊന്നും അർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂമൻ സാക്രിഫൈസ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് അബ്രഹാമിന് വന്ന ദൈവത്തിൻ്റെ കമാൻഡ്മെൻ്റ് ആണ്. അബ്രഹാമിൻ്റെ മനസ്സിൽ ചെയ്യാവുന്ന സുപ്രീം സാക്രിഫൈസ് ആണ് ആ സമയത്ത് ചെയ്യുവാൻ പറ്റിയത്. പ്രത്യേകിച്ച് ഈ ഹാഗാർ ഇസ്മായേൽ ഇൻസിഡൻ്റ് ഒക്കെ ഫാദർ എബ്രഹാമിനെ ഒത്തിരി ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെയൊന്നും ഈ മോണോട്ടമസ് ആയിട്ട് ഹിസ്റ്ററിയെ വ്യാഖ്യാനിച്ച് കളയരുത്. അബ്രഹാം ഒരു റോബോട്ടൊന്നുമല്ല. ഒരു മകനെ മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. എന്തൊരു അനീതിയാണ് ചെയ്തത്. നീതിമാനായ മനുഷ്യനാണ് അബ്രഹാം. ഈ ഇസ്മായേലിൻ്റെ തലമുറ പിന്നീട് അനേക ജാതികളായി. അതൊക്കെ പിന്നീട് ചരിത്രത്തിൽ സംഭവിച്ചതാണ്. അബ്രഹാം പിതാവിനൊന്നും കാണാനൊക്കുന്നില്ല. അത് നമ്മളിപ്പോൾ 4000 വർഷങ്ങൾക്ക് ശേഷം പറയുന്ന കഥയാണത്. അതുകൊണ്ട് അങ്ങനെ ഒരു അനീതി ചെയ്തു, ഇങ്ങനെ ആകപ്പാടെ മാനസിക സംഘർഷം ഒക്കെ വരുമ്പോൾ, ദൈവമേ, ഞാനിതിനൊരു പ്രായശ്ചിത്തമായിട്ട് അങ്ങ് നിന്നെ പ്രീതിപ്പെടുത്തുവാൻ ചെയ്യട്ടെ. ഇങ്ങനെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. എന്തായാലും ആ സമയത്ത് ഹ്യൂമൻ സാക്രിഫൈസ് ഉണ്ടായിരുന്നു, ആനിമൽ സാക്രിഫൈസ് ഉണ്ടായിരുന്നു. പിന്നെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അർപ്പിക്കുന്ന കൈൻ, ഹാബേൽ, നോഹ, ഇവിടെ എല്ലാ സാക്രിഫൈസിൻ്റെ കാര്യം പറയുന്നുണ്ട്. യാഗമാവുക, നീ ബുദ്ധിയുള്ള ജീവനുള്ള യാഗമായി മാറുകയാണ്. അബ്രഹാമിൻ്റെ അനുസരണം. അതിനെപ്പറ്റി പറയുന്നത് അബ്രഹാം വാസ് എ നൈറ്റ് എന്നാണ്, KNIGHT, പോരാളിയാണ്. കാരണം ലോജിക്കലായിട്ടൊക്കത്തില്ല. കാത്തിരുന്ന് 100ാം വയസ്സ് കിട്ടിയ ഒരു മകനെ ദൈവത്തിന് വേണ്ടി യാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വിശ്വാസിക്കോ സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ അബ്രഹാം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതിനോടെ പടവെട്ടി അതിനെ കീഴടക്കി ഹി ബിക്കെയിം ദ നൈറ്റ് ഓഫ് ബിലീവേഴ്സ് ആണ്. അതൊരു പോരാട്ടമായിരുന്നു, അതൊരു വിശ്വാസ പോരാട്ടമായിരുന്നു. യാഗം, ഹോമയാഗം, ബേൺഡ് ഓഫറിങ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് കത്തിക്കുകയാണ്, ബാക്കിയൊന്നും എടുത്തു വെക്കുന്നില്ല. എന്നപ്പോൾ ഒരു സൗരഭ്യ വാസന പുറപ്പെടും. ഇതൊക്കെ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അത് കഴിഞ്ഞ് പിന്നീട് 1000 വർഷങ്ങൾ കഴിയുമ്പോൾ കിങ് സോളമൻ്റെയൊക്കെ കാലത്ത് യെരുശലേം ദേവാലയത്തിലും അതിനു മുമ്പ് മൊസൈക്ക് ലോസ്, ന്യായപ്രമാണം വെക്കുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് ഇങ്ങനെ യാഗങ്ങൾ അനേകം ലിസ്റ്റ് ചെയ്യും. പിന്നീട് അത് വരുന്നുണ്ട്, നമുക്കതിലേക്ക് പിന്നീട് വരാം. എന്നാൽ യേശുക്രിസ്തു വന്നപ്പോഴാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കണക്ഷൻസ് ഉണ്ട്. ഈ മോറിയ മല നിന്ന സ്ഥലത്ത് നിന്നും വലിയ ദൂരെയൊന്നും അല്ല, അതിൻ്റെ അടുത്ത് തന്നെയാണ് സോളമൻ, ശലോമോൻ യെരുശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതെന്നാണ് പറയുന്നത്. ആ യാഗത്തിൻ്റെ ആ കണക്ഷനാണ്. BC 2000 അബ്രഹാം, സോളമൻ BC 1000.
അപ്പോൾ ഈ 1000 വർഷം കഴിഞ്ഞ് അതേ സ്ഥലത്ത്, നമ്മൾ വിചാരിക്കുന്നതല്ല, ഈ 1000 വർഷം കഴിഞ്ഞ് അതേ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പം ഒരു 40 വർഷം മുമ്പുള്ള തിരുവല്ലയാണോ ഇപ്പോഴത്തെ തിരുവല്ല, അല്ലെ 30 വർഷം മുമ്പുള്ള ചങ്ങനാശ്ശേരിയാണോ ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരി? 1000 വർഷമൊന്നും അത്ര ചെറിയ ഇതൊന്നുമല്ല. അവിടെ അതേ സ്ഥാനത്ത് യെരുശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? പിന്നീട് 1000 വർഷം കഴിഞ്ഞ് ഗോൽഗൊത്ത മലയിൽ പരമയാഗമായി നസറേയനായ യേശു അർപ്പിക്കപ്പെടുന്ന ഈ ഗോൽഗൊത്ത മലയും ഈ മോറിയ ദേശത്തിനോട് വളരെ അടുത്തതാണ് എന്ന് ഒരു ചരിത്രത്തിൻ്റെ ഒരു പഠനമുണ്ട്, ആർക്കിയോളജിക്കൽ പഠനമുണ്ട്. പ്രിയമുള്ളവരെ, ഫാദർ എബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. നിന്റെ സന്തതികളാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പല പ്രാവശ്യം പറയുന്നതാണ്. നിന്റെ സന്തതികൾ സകല ജാതികളെ നശിപ്പിക്കുമെന്നല്ല യഹോവയായ ദൈവം പറഞ്ഞത്, അനുഗ്രഹിക്കപ്പെടും. അതെങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? തൻ്റെ സ്വന്തം മകനെ, തൻ്റെ ഏകജാതനായ പുത്രനെ പോലും യാഗമായി അർപ്പിക്കുവാനുള്ള അബ്രഹാമിൻ്റെ ആ സാക്രിഫിഷ്യൽ മൈൻഡ് സെറ്റ് കൊണ്ടാണ് നീ അനുഗ്രഹമാകുന്നത്. നമ്മൾ ഈ 2026 മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ കൊല്ലടാ, അവനൊക്കെ ശപിക്കപ്പെട്ടവരാ, കൊല്ലടാ, പിടിക്കടാ, അടിക്കടാ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏത് ദൈവിക കൽപ്പനയാണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നെ ശക്തമായിട്ട് കൗണ്ടർ ചെയ്യുകയാണ്. നിനക്കതൊന്നും അറിയാൻ മേലാഞ്ഞിട്ടാന്ന് പറഞ്ഞു. സത്യം പറയാം, എനിക്കറിയത്തില്ല. പക്ഷേ ഈ 4000 വർഷങ്ങളായിട്ട് നമ്മൾ അടിക്കുമല്ലേ, വല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ സന്തതി ജാതികൾക്ക് അനുഗ്രഹമാകുന്നത് നിന്റെ വിശ്വാസം കൊണ്ടാണ്, നിന്റെ സാക്രിഫിഷ്യൽ മൈൻഡ് കൊണ്ടാണ്. 2000 വർഷങ്ങൾക്ക് ശേഷം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഗാഗുൽത്തായിൽ യാഗമായി അർപ്പിക്കുകയാണ്. ബാലനായ ഇസഹാക്ക് പിതാവിനോട് ചോദിച്ചു, അപ്പാ, തീയും കത്തിയും വിറകും എല്ലാം ഉണ്ടല്ലോ, വേർ ഈസ് ദ സാക്രിഫിഷ്യൽ ലാംബ്? എവിടെ യാഗത്തിനുള്ള കുഞ്ഞാട്? ആ ചോദ്യത്തിന് 2000 വർഷങ്ങൾക്ക് ശേഷം ഗോകുൽത്തായിൽ ഉത്തരം വന്നു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്തോത്രം! എന്തൊരു വികാരഭരിതമായ ഒരു കണക്ഷനാണ്. ഗതസമന നിമിഷത്തിൽ നസറേയനായ യേശു പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്നും നീങ്ങിപ്പോകണമേ. ഇല്ല, നിന്റെ ഹിതം പോലെ ഞാൻ ചെയ്യും. അങ്ങനെ 2000-ലധികം വർഷം നിലനിന്നിരുന്ന മൃഗബലി എന്ന സമ്പ്രദായം എന്നേക്കുമായിട്ട് ത്രൂ ദ അറ്റോണിംഗ് സാക്രിഫൈസ് ഓഫ് ജീസസ് ദ ലാംബ് ഓഫ് ഗോഡ് ഓൺ കാൽവറി, ആനിമൽ സാക്രിഫൈസ് സീസ് ടു എൻഡ്. ഇനി മൃഗത്തെ ക്രിസ്തുവിൻ്റെ അനുയായികൾ സാക്രിഫൈസ് ചെയ്യത്തില്ല. നാടകീയ മാറ്റമാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. പിന്നീട് 2000 വർഷങ്ങളായിട്ട് നമ്മുടെ ആ യാത്ര തുടരുകയാണ്. ഇത് അവസാനിക്കുന്നത് സ്വർഗീയ യെരുശലേമിലാണ്. സ്വർഗീയ യെരുശലേമിൻ്റെ അടിസ്ഥാനവും ഈ മോറിയാമലയൊക്കെ ആയിരിക്കുമോ? ആ ഒരു വിശ്വാസമാണ്. ജോഗ്രഫിക്കലി അല്ലെങ്കിൽ പോലും അബ്രഹാം പിതാവിൻ്റെ അനുസരണവും വിശ്വാസവുമായിരിക്കണം സ്വർഗീയ യെരുശലേമിൻ്റെയും അടിസ്ഥാനം. മോറിയാമലയിൽ ഇറങ്ങി വന്ന ഈസഹാക്കിൻ ദൈവത്തിനാരാധന. യഹോവ ഈരേ, ഗോഡ് പ്രൊവൈഡ്സ്. അതാണ് ഉജ്ജ്വലമായി. ഇവിടെ വാക്കുകളൊക്കെ അങ്ങ് നിന്നു പോവുകയാണ്. നമ്മളിതൊക്കെ കണ്ടടച്ച് ധ്യാനിച്ച് കണ്ണുനീരൊഴുകണം. ഇതിൻ്റെ അവസാനം, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിതാ, കാന്താലങ്കൃത മനോഹരി. എത്ര സുന്ദരമായ യാത്രയാണ് പ്രിയമുള്ളവരെ. ഇത് ബോബി ജോസ് കട്ടിയാടച്ചൻ പിതാവ് ഒരു ബുക്കിൽ ഹൃദയവയലില്ലാതാവുന്ന ഇതിനെപ്പറ്റി കുറിച്ചിട്ടുണ്ട്. ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സാണ്, കൊച്ചുകുട്ടികളുടെ ക്ലാസ്സാണ്.
അധ്യാപിക വളരെ നാടകീയമായിട്ട് മോറിയ മലയിലെ സംഭവങ്ങൾ വിവരിക്കുകയാണ്. ഇതാ ബാലനെ കിടത്തുന്നു, കത്തിയെടുക്കുന്നു, ആഞ്ഞു വീശാൻ വരുന്നു. അപ്പോൾ മാലാഹ വന്നു, അബ്രഹാമേ ചെയ്യരുത്. ബോബിയച്ചൻ്റെ എഴുത്തിൽ ആച്ചുവാവ്, അങ്ങനെയാണ് ആ കുട്ടിയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നത്, ആച്ചുവാവ പൊട്ടിക്കരയുകയാണ്. ടീച്ചർ ചോദിക്കുകയാണ്, എന്തിനാ ആച്ചു കരയുന്നത്? മാലാഹ വന്നല്ലോ, മാലാഹ കുഞ്ഞിനെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞു. ആച്ചുവാവ കൊച്ചു കുഞ്ഞാണ്, 4 വയസ്സുള്ള കുട്ടി, കരഞ്ഞുകൊണ്ട് ടീച്ചറോടെ വിങ്ങി ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഓ ടീച്ചറെ, മാലാഹ എങ്ങാനും 1 സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ. ഒരു സൺഡേ സ്കൂൾ അധ്യാപികയുടെ നാടകീയത, മനോഹാരിത, വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഉത്തരം. ഇല്ല ആച്ചു, ഇല്ല മോളെ, മാലാഹമാർ താമസിക്കാറില്ല, അതുകൊണ്ടാണ് അവരെ മാലാഹമാർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ സംഭവങ്ങളൊക്കെ യഹോവ ഇരേ എന്നൊക്കെ നമ്മൾ ആവേശത്തോടെ പാടും. ദൈവം എനിക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു, ദൈവം എനിക്കെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇതിനൊരു കൗണ്ടറുണ്ട്. നീ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ നീ മാലാഖയാകണം. അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലല്ലേ, നിർണായകമായ നിമിഷങ്ങളിൽ നീ ഇടപെടണം. ആ ഒരു ഉത്തരവാദിത്വം ക്രിസ്ത്യാനിക്കുണ്ട്, ക്രൈസ്തവ സഭയ്ക്കുണ്ട്. ഇത് യാഗത്തിൻ്റെ ആത്മാവാണ്. ശരിക്കും നസറേനായ യേശു ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നു എങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. യഹൂദന്മാർ അടയാളം അന്വേഷിച്ച കാലം, യവനന്മാർ ജ്ഞാനം അന്വേഷിച്ച കാലം, റോമ അധികാരവും ശക്തിയും പ്രതാപവും അന്വേഷിച്ച കാലം, ജാതികൾ വേറെ പലതും അന്വേഷിച്ച കാര്യം. ആ കാലത്ത് ഇല്ലാത്ത തത്വചിന്തകളില്ലായിരുന്നു. ഹെഡോണിസം ഉണ്ടായിരുന്നു, സ്റ്റോയിസിസം ഉണ്ടായിരുന്നു, എപ്പിക്യൂറിയനിസം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്ന ആ ഒരു കാലം. യവനന്മാർ ഞങ്ങൾക്ക് യേശുവിനെ കാണണം, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ദുഃഖവെള്ളി അതിൻ്റെ ഒരു ഓർമ്മയാണ്. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് പഠിപ്പിച്ച പാഠമാണ്. സ്നേഹത്തിൻ്റെ ആത്മാവിലൂടെ, ത്യാഗത്തിൽ കൂടി മാത്രമേ ഈ ലോകത്തിൽ ശാശ്വതമായ സമാധാനമുണ്ടാകും. ലോകം തരുന്ന സമാധാനമല്ല, ലോകത്തിൻ്റെ ഐഹികമല്ല അവൻ്റെ സാമ്രാജ്യം. മോറിയ മലയിലെ അബ്രഹാമിൻ്റെ കുഞ്ഞാട്, ഇസഹാക്കിൻ്റെ കുഞ്ഞാട്, വിശ്വാസ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കുഞ്ഞാട്. നാഹോറിൻ്റെയും മിൽക്കായുടെയും മകളായി റിബേക്ക, പൈതലാം റിബേക്ക. ഇതൊരു നാടകീയതയാണ്. എന്തൊരാവേശമാണ് ഇതൊക്കെ അങ്ങോട്ട് പഠിക്കുമ്പോൾ. ഒരുങ്ങിയിരിക്കുകയാണ്, സാറായിക്ക് പോകുവാൻ സമയമാകുന്നു. കണ്ണുകളടയ്ക്കാം. എവിടെ യാഗാർപ്പണത്തിനുള്ള ആടെവിടെ? ഇനിയും ചോദിക്കണ്ട, ദൈവം പറഞ്ഞു കഴിഞ്ഞു, എങ്ങുമില്ല. ഗോഡ് പ്രൊവൈഡ്സ്, ലോർഡ് പ്രൊവൈഡ്സ്, ബട്ട് യു ആർ ദ സാക്രിഫിഷ്യൽ ലാം. നീയാണ് നിന്റെ ത്യാഗത്തിൽ കൂടെ, നീ സ്വയം ബലിയാകുന്നതിലൂടെയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ സന്തതികളായി 2026 നാം ജീവിക്കുന്നത്. യാഗപീഠത്തിനാഥാ, ഞാൻ സമസ്തം നിൻ സ്വന്തം, നിന്റേതായി കാത്തിടുക, കുലുങ്ങാതൻ വിശ്വാസം. പീഠത്തിന്മേലെന്നെ ഞാൻ വെച്ചു തീക്കായി കാക്കുന്നു, കാത്തിരിക്കുന്നേ, തീറങ്ങാൻ നോക്കുന്നു. കാത്തിരിക്കുന്നേ, തീറങ്ങാൻ നോക്കുന്നു. മോറിയ മലയിലെ കുഞ്ഞാട്. ആ കുഞ്ഞാട് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ആ കുഞ്ഞാട് നീയാണ്. ആ കുഞ്ഞാട് ഞാനാണ്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം. ആമേൻ.